Hello everyone, welcome to ATC, a teaching capsule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലുള്ള ഫസ്റ്റ് ചാപ്റ്ററായ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ. ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കോക്കനറ്റിൻ്റെ വെറൈറ്റി വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കാണുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ കേട്ടറ്റ് 2 സയൻസ്, കേട്ടറ്റ് 3 നാച്ചുറൽ സയൻസ്, സെറ്റ് എക്സാമിനേഷൻ, അതർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആണ്. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതർ ഹൈബ്രിഡ് വെറൈറ്റിയെ കുറിച്ചാണ്. അതായത് ബാക്കിയുള്ള കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റിയെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പേടിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ. പിയുടെ വെറൈറ്റിയാണ് ലോല, മല്ലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. ഇതാണ് പിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗ്രീൻ ചില്ലി. ഗ്രീൻ ചില്ലീൻ്റെത് ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഇനി ലേഡീസ് ഫിംഗറിൻ്റെത് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഇതാണ് ലേഡീസ് ഫിംഗറിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി. ഇനി ബ്രിഞ്ചലിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ടൊമാറ്റോയുടെ വെറൈറ്റി മുക്തി, അനഘ, അക്ഷയ. ഇതാണ് ടൊമാറ്റോയുടെ വെറൈറ്റി. പിറ്റർ ഗാർഡിൻ്റെ വെറൈറ്റിയാണ് പ്രിയങ്ക. ഇത് നമ്മുടെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു വെറൈറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളത്തിലുള്ള കുറച്ച് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഒന്നാമത്തേതാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഇത് സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. മണ്ണൂത്തി, തൃശ്ശൂർ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഓക്കെ. ഇനി രണ്ടാമത്തേതാണ് സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യം എന്ന് പറയുന്ന പ്ലേസിലാണ്. ഓക്കെ. ശ്രീകാര്യം, തിരുവനന്തപുരം. ഇനി തേർഡ് വണ്ണാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. ഇനി ഫോർത്ത് വണ്ണാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഇത് നമ്മൾ RRII എന്ന് കൂടി പറയും.
ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടയാണ്. കോട്ടയം. അടുത്തതാണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. 5th വണ്ണാണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് CPCRI എന്നും കൂടി നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും, CPCRI. ഓക്കെ. ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് കാസർഗോഡാണ്. ഇനി റീജിയണൽ റിസർച്ച് സെൻറ്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും കേരളത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മെയിൻലി 5 ആണുള്ളത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണൂത്തി, സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. അതിന് നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിനെ IISR എന്നും കൂടിയും പറയാറുണ്ട്. അതേപോലെ സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI എന്നും കൂടി ഷോർട്ടിൽ പറയാം. പിന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ് കേരളത്തിലുള്ള മെയിനായിട്ടുള്ള അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി നമുക്ക് ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് നോക്കാം. ടിഷ്യൂ കൾച്ചറും ഒരു രീതിയിലുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റിംഗ് ടെക്നിക്സ് ആണ്. ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ സെൽ ഓർ ടിഷ്യൂവിൽ നിന്നാണ് ന്യൂ പ്ലാന്റ് ജനറേറ്റ് ചെയ്യുന്നത്, ന്യൂ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ സെൽ ഓർ ടിഷ്യൂ നമ്മൾ എടുക്കുന്നു, അതിൽ നിന്നും ഒരു ഹോൾ പ്ലാന്റ്, ന്യൂ ആയിട്ടുള്ള ഒരു ഹോൾ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്ലാന്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പാരൻറ്റിൻ്റെ ക്വാളിറ്റി എന്താണോ അത് മുഴുവൻ നമുക്ക് ഈ ഒരു പ്ലാന്റ്ലെറ്റ്സിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പാരൻറ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് പ്ലാന്റ്ലെറ്റ്സിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ടിഷ്യൂ കൾച്ചർ ടെക്നിക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ട് ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്ലാന്റെയിൻ, പെപ്പർ, കാർഡമം, പൈനാപ്പിൾ. ഇതിൻ്റെ ഒക്കെ പ്ലാന്റ്ലെറ്റ്സ് നമുക്ക് ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ടിഷ്യൂ കൾച്ചറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഹൺഡ്രഡ്സ് ഓഫ് പ്ലാന്റ്ലെറ്റ്സ് ഒരേ പ്ലാന്റിൻ്റെ പാരൻ്റ് പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റിയുള്ള 100 കണക്കിന് പ്ലാന്റ്ലെറ്റ്സ് നമുക്ക് ഒപ്പരം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നല്ല കെയർ കൊടുക്കണം, എന്നാൽ മാത്രമേ ടിഷ്യൂ കൾച്ചർ സക്സസ് ആവുള്ളൂ. ഇനി നമുക്ക് അഗ്രികൾച്ചറൽ ഡൈവേഴ്സിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ഫോളോ ചെയ്യാമെന്ന് നോക്കാം. മെയിൻലി 2 മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്നാമത്തത് ഇൻ്റർക്രോപ്പും, രണ്ടാമത്തത് ക്രോപ്പ് റൊട്ടേഷനും. ആദ്യം നമുക്ക് ഇൻ്റർക്രോപ്പ് എന്താണെന്ന് നോക്കാം. ഇൻ്റർക്രോപ്പ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ക്രോപ്സ് ആണ്. അതായത് പെട്ടെന്ന് തന്നെ അത് വിളവുണ്ടായിട്ട് നശിച്ചു പോകും. ഷോർട്ട് ടേം ക്രോപ്സ് ആണ് ഇത്. ഈ ഷോർട്ട് ടേം ക്രോപ്സിനെ നമ്മൾ നമ്മുടെ മെയിൻ ക്രോപ്പിൻ്റെ കൂടെ വളർത്തും. അപ്പോൾ ഷോർട്ട് ടേം ക്രോപ്സ് കൾട്ടിവേറ്റഡ് എമംഗ് നമ്മുടെ മെയിൻ ക്രോപ്പിൻ്റെ കൂടെ നമ്മൾ ഈ മെയിൻ ക്രോപ്പ്, ഓക്കെ, മെയിൻ ക്രോപ്സ്. ഇങ്ങനെ അപ്പോൾ നമ്മുടെ മെയിൻ ക്രോപ്പിന് ഒരു ദോഷം ഉണ്ടാക്കാത്ത ക്രോപ്സിനെ ആയിരിക്കണം നമ്മൾ ഇങ്ങനെ വളർത്തേണ്ടത്. ഇതിലൂടെ നമുക്ക് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ക്രോപ്പ് റൊട്ടേഷൻ എന്താണെന്ന് നോക്കാം. ക്രോപ്പ് റൊട്ടേഷനിൽ നമ്മൾ ആദ്യം വളർത്തിയ ക്രോപ്പ് അല്ലാതെ വേറൊരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. കൾട്ടിവേറ്റിംഗ്
different crop instead of crop cultivated earlier. ഇതിനെയാണ് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രോപ്പ് റൊട്ടേഷനിലൂടെ നമുക്ക് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. നമ്മൾ പീ പ്ലാന്റ് ഒക്കെ അടുക്ക് കൾട്ടിവേറ്റ് ചെയ്തത് കാണില്ല. റൈസ് കഴിഞ്ഞാൽ അടുത്ത പീ ആയിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുക, അടുത്ത വേറൊരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയുള്ളതാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലെഗുമിനസ് പ്ലാന്റ്സ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നൈട്രജൻ എസെൻഷ്യലാണ്. അപ്പോൾ നൈട്രജൻ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. നമുക്കറിയാം പ്ലാന്റ്സിന് അറ്റ്മോസ്ഫിയറിൽ നിന്നും നേരിട്ട് നൈട്രജനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെങ്കിൽ നൈട്രജനെ നൈട്രേറ്റ് സാൾട്ടായിട്ട് സോയിലിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ്സിനത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നൈട്രേറ്റ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ബാക്ടീരിയാസിൻ്റെ റോളുണ്ട്. അങ്ങനെയുള്ള ഒരു ബാക്ടീരിയ ആണ് റൈസോബിയം. ഈ റൈസോബിയം എന്ത് ചെയ്യും? നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റൈസോബിയം നമുക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റും? പീ പ്ലാന്റ്, മൈമോസ പ്ലാന്റ്, അതായത് ടഷ്മി നോട്ട്, അങ്ങനെയുള്ള ബ്ലാക്ക് ഗ്രാം, ഹോസ് ഗ്രാം എല്ലാം പോലെയുള്ള പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ റൈസോബിയം പോലെയുള്ള ബാക്ടീരിയ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഡീക്കേ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ സോയിലിൽ തന്നെ ഡീക്കേ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് പീയും മൈമൂസും ഒക്കെ. ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ അവരുടെ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ എന്തുണ്ടാകും? നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് ഉണ്ടാവും. എക്സാമ്പിളാണ് റൈസോബിയം. ഈ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ പ്ലാന്റ്സിന് ഈ നൈട്രേറ്റ് ലഭിക്കും. ഇന്ന് നമുക്കറിയാം നമ്മൾ പല രീതിയിലുള്ള പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ സോയിലിൽ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ബയോ പെസ്റ്റിസൈഡ്സിന് എക്സാമ്പിളാണ് ടൊബാക്കോ ഡിക്കോഷൻ, നീം കേക്ക്, നീം ഓയിൽ, എമൽഷനൊക്കെ. ഇനി ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് കൗഡങ്ക്, നമ്മളെ ഗ്രീൻ മാനുവർ, കമ്പോസ്റ്റ്, ഫിഷ് മാനർ, പോൾട്രി ഡ്രോപ്പിങ്സ്, അതുപോലെ ഗോട്ടിൻ്റെ ഡ്രോപ്പിങ്സ്, ബോൺ മീല്, ഇതൊക്കെ ബയോ ഫെർട്ടിലൈസറിൻ്റെ എക്സാമ്പിളാണ്. നമുക്കറിയാം നമ്മൾ പല രീതിയിലുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന അതർ ക്രോപ്സ് ആണ് കോട്ടൺ, ജൂട്ട് ആൻഡ് കയർ. ആദ്യം നമുക്ക് കോട്ടൺ എന്താണെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫൈബർ ക്രോപ്പാണ് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. നമുക്ക് കോട്ടണിൽ നിന്നും കോട്ടൺ ഫൈബറും കിട്ടും, പിന്നെ സീഡ് ഉണ്ടാവും റിമൈനിങ് ആയിട്ടുള്ള. ആ സീഡ് നമുക്ക് കാറ്റിൽ ഫീഡായിട്ട് യൂസ് ചെയ്യാം,
ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ ആണ് ജൂട്ട്. ഇന്ത്യയാണ് ഏറ്റവും ജൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട്. വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ജൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പം ഇന്ത്യ ആണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ഇൻ വേൾഡ്. ജൂട്ടിൻ്റെ ഫൈബറാണ് നമ്മൾ എടുക്കുന്നത്. ഫൈബർ നമുക്ക് സ്റ്റമ്മിൽ നിന്നാണ് ലഭിക്കുക. അപ്പോൾ ജൂട്ട് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നല്ലോണം അടിക്കും. അടിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഫൈബർ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ സാക്ക് ത്രെഡൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സാക്ക് ത്രെഡ്. മൂന്നാമത്തേതാണ് കയറ്. കയറ് നമ്മൾ കോക്കനട്ട് ഹസ്കിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ഹസ്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കും. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്യും. എന്നിട്ട് ബീറ്റ് ചെയ്തിട്ട് ആ കോക്കനട്ട് ഹസ്കിൻ്റെ ഫൈബേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ പല രീതിയിലുള്ള കയർ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അടുത്തത് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്താണെന്ന് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കിൽ നമ്മൾ ഒരൊറ്റ കൃഷി മാത്രമല്ല കൃഷി ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇവിടെ പല കൃഷിയും ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ആണ്, അതായത് ഇൻ്റർ റിലേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാഡി ഫീൽഡ് ഗ്രോ ചെയ്യുന്നത്, പാഡി ഫീൽഡുണ്ട്. നമുക്ക് ഈ പാഡി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള റിമൈനിങ്സ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ആർക്ക് കൊടുക്കാം? കൗ, അതായത് പശുക്കൾക്ക് ഫുഡായിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് തരം ഫാമിങ് ഇവിടെ വന്ന്, പാഡി നമുക്ക് ഗ്രോ ചെയ്യാം, അതിൻ്റെ കൂടെ നമുക്ക് കൗവും ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൗവിൻ്റെ ഡങ്, അതായത് കൗഡങ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? നമ്മളെ വീട്ടിലേക്കുള്ള ബയോഗ്യാസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് വെജിറ്റബിൾസൊക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മാന്യൂറായിട്ട് യൂസ് ചെയ്യാമല്ലോ, വളമായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു ഫാമിംഗ് ടെക്നിക്കിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ. ഇപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2 ആണ് ഉള്ളത്. കാണാത്തവർ രണ്ടും പാർട്ട് 1ഉം കാണുക, പാർട്ട് 2ഉം കാണുക. ഇനി നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേട്ടഡ് 2 ഫെബ്രുവരി 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വിച്ച് വൺ ഈസ് നോട്ട് എ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ് അല്ലാത്തത് ഏത്? നോട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, പോളിനേഷൻ, ടിഷ്യൂ കൾച്ചർ. ഏതാണ്? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള പോളിനേഷൻ ആണ്. എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആയത്? നമുക്കറിയാം ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പോളിനേഷൻ എന്ന് പറയുന്നത് സെക്ച്വൽ റീപ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് വേറെ ക്വസ്റ്റ്യൻസ് നോക്കാം. വേർ ഡു കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ്? എവിടെയാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം. ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, തൃശ്ശൂരാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ പാർട്ട് 1ഉം ഉണ്ട്, പാർട്ട് 2ഉം ഉണ്ട്. 2 വീഡിയോയും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു എവ്രിവൺ.